സംസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ച നടിയാക്രമിച്ച കേസിൽ ഇന്ന് നിർണായക വിധിയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഏതാണ്ട് 11 മണിയോടുകൂടി ആ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 10 മണിക്ക് ശേഷം കോടതി നടപടികൾ തുടങ്ങും. ഇതിന്റെ പ്രത്യേകത, പ്രതികളെല്ലാം ഇന്ന് കോടതിയിൽ എത്തും എന്നുള്ളതാണ്. അതിൽ ഒരു പ്രതി മാത്രമാണ് ഇപ്പോൾ ജയിലിലുള്ളത്. മറ്റുള്ളവരൊക്കെ ഇപ്പോൾ പുറത്തുണ്ട്, ജാമ്യത്തിലുള്ളവരുണ്ട്. ദിലീപ് വീട്ടിലുണ്ട്, ദിലീപ് എത്തും. ഇന്നലെയും ഇന്നുമായി അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്തുകയാണ് താരം. 10 പ്രതികൾ കേസിലുണ്ട് എന്ന് നമുക്കറിയാം. പീഡനശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ, ബലപ്രയോഗത്തിലൂടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. 2017 ഫെബ്രുവരി 17 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പൾസർ സുനി എന്ന സുനിൽ ആണ് കേസിലെ ഒന്നാം പ്രതി. മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി വിജീഷ്, എച്ച് സലീം, പ്രദീപ്, ചാർലി തോമസ് എന്നിവർ 2 മുതൽ 7 വരെയുള്ള പ്രതികൾ. പി ഗോപാലകൃഷ്ണൻ എന്ന നടൻ ദിലീപാണ് കേസിലെ 8ാം പ്രതി. സനൽകുമാർ, ജി ശരത് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റു 2 പേർ. വിധി കേൾക്കാൻ അതിജീവിത കോടതിയിൽ എത്തിയേക്കില്ല. അവർ തൃശ്ശൂരിലെ വീട്ടിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ കോടതി പരിസരത്തുണ്ട്. ഒപ്പം ആലുവയിൽ ദിലീപിന്റെ വീടിന് സമീപത്തും ആജ്ഞ രവീന്ദ്രനുണ്ട്. നവമി ദിനേശും ഡാനി പോളും ഒപ്പം ടോമും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഞാൻ മനസ്സിലാക്കുന്ന ടോമുള്ളത് കോടതി പരിസരത്താണ്. ടോമും നവമിയും അടക്കം കോടതി പരിസരത്തുണ്ട്. ആജ്ഞ ആലുവയിൽ ദിലീപിന്റെ വീടിനടുത്തുണ്ട്. ഒപ്പം ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ടോമിലേക്ക്. ടോം, സുപ്രധാനമായ ദിവസമാണ്. മനസ്സിലാക്കേണ്ടത്, എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ വരണം. അതിനുശേഷം കോടതിക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് കുറ്റക്കാരൊക്കെ വിട്ടയക്കുന്നു എന്ന കാര്യത്തിൽ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. ശിക്ഷ പറയുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റിയേക്കാം. അങ്ങനെ സങ്കീർണമായ നിരവധി കോടതി പ്രക്രിയകൾക്ക് ശേഷമാണല്ലോ. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എപ്പോഴേ കോടതി നടപടികൾ ആരംഭിക്കും? രഞ്ജിത്ത്, കേരളം കാത്തിരുന്ന, അതായത് 8.5 വർഷത്തോളം കേരളം കാത്തിരുന്ന കേസിലാണ് ഇപ്പോൾ ഇന്ന് വിധി വരുന്നത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലാ കോടതി സമുച്ചയത്തിന് മുന്നിലാണ്. ഇവിടെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇന്ന് ഈ കേസിൽ, അതായത് കൊച്ചിയിലെ നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറയുന്നത്. അതായത് കൃത്യം 11 മണിക്ക് ഈ കേസിൽ കോടതി വിധി പറയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് കേസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോടതി പരിസരത്തിന് മുന്നിൽ നിരവധി പോലീസുകാരുണ്ട്. കനത്ത സുരക്ഷയിലാണ് ഈ കോടതി പരിസരമുള്ളത്. കാരണം നമുക്കറിയാം, ഈ കേസിലെ പ്രതികളെല്ലാം, നടൻ ദിലീപ് അടക്കം 10 പ്രതികളും ഈ കേസിൽ കോടതി വിധി പറയുന്നത് കേൾക്കാനായി ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും വിധി പറയുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി ദിലീപ് വിവിധ ക്ഷേത്രങ്ങളിൽ, പള്ളികളിലൊക്കെ ദിലീപ് നേർച്ച കാഴ്ചകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം അത്രയധികം ദിലീപിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ളൊരു വിധിയാണ്, നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം കേരളത്തിന്റെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ അസാധാരണമായ, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസായിരുന്നു ഈ നടിയാക്രമണ കേസ്. അതായത് കൃത്യമായി പറഞ്ഞ 2017 ഫെബ്രുവരി 17 കേരളത്തെ നടുക്കിയ, പുലർച്ചെ അന്ന് രാവിലെ കേരളത്തെ നടുക്കിയ ആ വാർത്ത പുറത്തു വരുന്നു. അതായത് കൊച്ചി നഗരത്തില് രാത്രിയിൽ ഒരു നടി ക്രൂരമായ ആക്രമണത്തിന് ഇരയാകുന്നു. തുടക്കത്തിൽ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നതെങ്കിൽ അതിനുശേഷം, അതായത് ഏതാനും മണിക്കൂറുകളിൽ തന്നെ അതൊരു കൂട്ട ബലാത്സംഗമായിരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. പിറ്റേ ദിവസം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് നടന്നതിന്റെ ഫെബ്രുവരി 18 തീയതി കേസിലെ 2ാം പ്രതി മാർട്ടിൻ, അതായത് നടിയുടെ ഡ്രൈവറായിട്ടുള്ള മാർട്ടിൻ പിടിയിലാകുന്നു. അതിനുശേഷം 19 തീയതി മറ്റു 2 പ്രതികൾ കൂടി പിടിയിലാകുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കോടതി സമുച്ചയത്തിലാണ് പൾസർ സുനി, കേസിലെ 1ാം പ്രതിയായിട്ടുള്ള, നടിയെ ബലാത്സംഗം ചെയ്ത പൾസർ സുനി ഇവിടെ കീഴടങ്ങാൻ എത്തിയപ്പോഴുള്ള നാടകീയമായ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം കേരളത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള കാഴ്ചകളായിരുന്നു അത്. അതിനുശേഷം പോലീസ് ഇവിടെ കീഴടങ്ങാനെത്തിയ പ്രതിയെ, പൾസർ സുനിയെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുന്നു. വിശദമായി നടത്തിയ ചോദ്യം ചെയ്യൽ, അതിനുശേഷം കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു. പക്ഷേ അവിടെയും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളില്ല. പക്ഷെ കൃത്യമായ സൂചനകളുണ്ടായിരുന്നു. ഈ സംഭവം നടന്ന്, അതായത് നടിയാക്രമണ കേസ് നടന്ന്, സംഭവം നടന്ന് ദിവസങ്ങൾക്കുൾ തന്നെ ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടില് സിനിമാ പ്രവർത്തകരുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. അതായത് ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. അന്ന് ദിലീപ് അടക്കമുള്ളവർ അന്നത്തെ ആ സംഗമത്തിൽ പങ്കെടുത്തു. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പക്ഷെ അവിടെ നടി മഞ്ജു വാര്യർ നടത്തിയൊരു പ്രസ്താവനയാണ്, അതായത് ഈ കേസ് കൃത്യമായ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ കേസ് എന്ന
മഞ്ജു വാര്യരുടെ പ്രസ്താവന, അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ, ദിലീപിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. അങ്ങനെ ദിലീപ് ഈ സംഭവം നടന്ന്, അതായത് ജൂലൈയിലാണ്, മാസങ്ങൾക്ക് ശേഷമാണ് ദിലീപിലേക്ക് അന്വേഷണം എത്തുന്നത്, ദിലീപിനെ ചോദ്യം ചെയ്യുന്നത്. ജൂൺ മാസത്തിൽ ദിലീപിനെ ആദ്യമായി ചോദ്യം ചെയ്യുന്നു. ജൂലൈ 10 ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു. 8ാം പ്രതിയായ ദിലീപ് അറസ്റ്റിലാകുന്നു. 85 ദിവസത്തോളം ദിലീപിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്നാണ് ദിലീപിന് ജാമ്യം കിട്ടിയത്. അതായത് 5 തവണ ഹൈക്കോടതി ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. 6ാം തവണയാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി ദിലീപിന് ജാമ്യം അനുവദിക്കുന്നത്. അതിനുശേഷമുള്ള സംഭവവികാസങ്ങൾ, അതായത് പിന്നീട് അതിവേഗത്തിൽ ഉള്ള വിചാരണ നടപടികൾ നടക്കുമെന്ന് കരുതിയെങ്കിൽ പോലും പല രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടാകുമെന്നൊരു ആശങ്ക. കാരണം സാക്ഷികളുടെ കൂറുമാറ്റമടക്കം നമ്മൾ കണ്ടതാണ്. പിന്നീട് സുപ്രീം കോടതി വരെയും ഈ നടിക്ക് നിയമപോരാട്ടം നടത്തേണ്ടി വന്നു. സുപ്രീം കോടതിയുടെ അന്ത്യശാസനമുണ്ടായി 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന്. പക്ഷെ അതിനുശേഷം കോവിഡ്, മറ്റ് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നു. വീണ്ടും കേസിന്റെ വിചാരണ നടപടികൾ നീളുന്നു. പിന്നീടാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ, നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന്റെ 2ാമത്തെ കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിക്കുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഈ കേസിൽ ഇപ്പോൾ, അതായത് വർഷങ്ങൾക്ക് ശേഷം 8 വർഷത്തോളം എടുത്തു ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിധിന്യായത്തിലേക്ക് എത്താൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം ബാലേന്ദ്രകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പങ്ക് വഹിച്ച ആളാണ്. മറ്റൊന്ന് പി ടി തോമസ് MLA ഈ ഘട്ടത്തിൽ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹത്തിന്റെ നീക്കങ്ങളും ചടുലമായ നീക്കങ്ങളും 3 തവണ മൊഴി കൊടുക്കാൻ എത്തിയതുമൊക്കെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായത്. ഇന്ന് പി ടി തോമസിന്റെ സഹധർമ്മിണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ, പിതാവിന്റെ ആശങ്കയോടെ PT ഉറങ്ങാതെ കിടന്ന ദിവസങ്ങളെക്കുറിച്ച് മറ്റുമാണ്. നവമി ദിനേശ്, നമുക്ക് മനസ്സിലാക്കേണ്ടത് ദിലീപ് ഇപ്പോൾ ആലുവയിലെ വീട്ടിലാണ്. അവിടെ ആജ്ഞാ രവീന്ദ്രനുണ്ട്. സുനിൽ, പൾസർ സുനി വീട്ടിലുണ്ട്. 9ാം പ്രതിയാണ് വിയൂർ ജയിലിലുള്ളത്. അയാളെ പോലീസ് ഇവിടെ എത്തിക്കും. മറ്റൊന്ന്, ഈ മറ്റ് പ്രതികളെല്ലാം പല കേസുകൾ, ഇത്തരം കേസുകളിലൊക്കെ ജാമ്യത്തിലാണ്. ഇവരൊക്കെ ഇന്ന് എത്തിയേ പറ്റൂ. ഈ കോടതി പരിസരത്ത് വലിയ സുരക്ഷാ സന്നാഹവും മറ്റുമുണ്ട്. ഏതാണ്ട് 10 മണിക്ക് ശേഷം കോടതിയുടെ നടപടികൾ ആരംഭിക്കും. 11 മണിക്ക് ശേഷം കുറച്ചുകൂടെ ത്വരിതപ്പെടും കാര്യങ്ങളെന്നാണ്. മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര മണിയോടുകൂടി ഇവരെയൊക്കെ കോടതി പരിസരത്തേക്ക് ഈ പ്രതികളൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കണം? അഭിഭാഷകർ, മറ്റ് ക്രമീകരണങ്ങൾ, അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്ന് ദിലീപിനെ സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടൊരു ദിവസം എന്ന് നമുക്ക് പറയാം, നിസ്സംശയം പറയാൻ സാധിക്കും. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഡിസംബർ 8ാം തീയതി 8ാം പ്രതിയായിട്ടുള്ള ദിലീപിന് ഇന്ന് 8ന്റെ പണി കിട്ടുമോ അതോ കോടതി കുറ്റവിമുക്തനാക്കുമോ എന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ 10 പ്രതികളാണുള്ളത്. ദിലീപ് ഇപ്പോൾ സ്വന്തം വീട്ടിൽ, ആലുവയിലെ വീട്ടിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്ല, സഹോദരന്റെ വീട്ടിലുണ്ടെന്നും ഒക്കെ പല അഭ്യൂഹങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും 11 മണിയോട് കൂടി 10 പ്രതികൾക്കും കോടതിയിൽ എത്തിയേ മതിയാകൂ. അവരെന്തായാലും എത്തും. കഴിഞ്ഞ തവണ ഈ വിചാരണയുടെ തീയതി, ഈ വിധിയുടെ തീയതി